ക്ഷേത്രം പൊതുദർശനത്തിന് വേണ്ടി തുറന്ന ആദ്യ ദിവസം തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 7:30-ക്ക് ആരതിയോട് കൂടിയിട്ടാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആരംഭിച്ചത്. ആരതി ഒഴിഞ്ഞതിന് ശേഷം മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചു. 8 മണിയോടുകൂടി ആളുകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങി. ഉച്ചവരെ ഇവിടുത്തെ UAE സമയം ഉച്ചവരെ ആകുമ്പോഴേക്കും ഏതാണ്ട് 4000-ഓളം പേർ ദർശനം നടത്തി എന്നുള്ളതാണ് കണക്ക്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. UAE-യിൽ താമസിക്കുന്നവരെക്കാൾ കൂടുതൽ സന്ദർശകരായിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആളുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. അത് ടൂറിസ്റ്റ് വിസയിലുള്ള ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേത്രം കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്. ക്ഷേത്രത്തിനകത്ത് രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവും വലിയ തിരക്കാണ്. ക്ഷേത്രത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും 7:30-ക്ക് ആരതിയും മറ്റ് പൂജാകർമ്മങ്ങളും എല്ലാം ഉണ്ട്. അതിനുശേഷമാണ് ക്ഷേത്രത്തിലേക്ക് ആളുകൾക്ക് പ്രവേശനം അനുവദിക്കുക. അതുകൊണ്ട് തന്നെ 8 മണിയോടുകൂടിയാണ് കൂടുതലായും പ്രവേശനം അനുവദിക്കുന്നത്. അത് രാത്രി 8 മണി വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. പാർക്കിങ്ങും മറ്റ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും UAE-യിൽ താമസിക്കുന്നവർ എമിറേറ്റ്സ് ID കരുതുക. സന്ദർശകരായിട്ട് എത്തുന്നവരാണെങ്കിൽ പാസ്പോർട്ടോ വിസ കോപ്പിയോ കയ്യിൽ കരുതുക. ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ട്, അതിനനുസരിച്ച് സമയമെടുത്ത് എല്ലാ പ്രതിഷ്ഠകളെയും കാണുക. ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ഇടതുവശത്ത് നമുക്ക് ആദ്യം ശിവപാർവതിമാരെ കാണാം. അതിനുശേഷം ഓരോ പ്രതിഷ്ഠകളുമുണ്ട്. നടുക്കാണ് സ്വാമിനാരായണനുള്ളത്. സ്വാമിനാരായണൻ്റെ ഇടതുവശത്തായിട്ട് നമുക്ക് സ്വാമി അയ്യപ്പനെ കാണാം. ഏറ്റവും അവസാനമായി ശ്രീരാമനും ശ്രീകൃഷ്ണനും ലക്ഷ്മണനും എല്ലാമുള്ള പ്രതിഷ്ഠകളാണ് ഉള്ളത്. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ സമയമെടുത്ത് വരിക. പ്രതിഷ്ഠകളും ശില്പങ്ങളും ഒക്കെ തന്നെ വലിയ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. സമയമെടുത്ത് കാണേണ്ടതാണ്. ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.